അമ്മയുടെ എഴുത്തുകൾ ശ്രീ വി മധുസൂദനൻ നായർ. അമ്മ തൻ ചിന്മുദ്രയാണീ എഴുത്തുകൾ, തൻ മകനായി പകർന്ന പാൽമുത്തുകൾ. ഇന്നു നാം വീടിന് മോടി കൂട്ടുന്നേരം ഒന്നായി അടുക്കിയൊതുക്കി വയ്ക്കട്ടെ ഞാൻ. പട്ടണക്കോപ്പു നിറയ്ക്കയാലിച്ചില്ലുപെട്ടികൾ തിങ്ങി നിന്നിഷ്ടമാണെൻ്റെയും. കാൽപ്പെട്ടിയിൽ വെച്ച് താഴിട്ട് പിന്നിലെ ചായ്പിലൊളിച്ചിപ്പിച്ചാൽ അറിയില്ല കുട്ടികൾ. എത്ര കൗതൂഹലം നോക്കിയാൽ മിണ്ടുമിച്ചിത്രലേഖത്തിൻ്റെ താളുകൾ. അമ്മ തൻ വാത്സല്യമുത്കണ്ഠ സാരോപദേശങ്ങൾ, വേദന, പ്രാർത്ഥന, നാമസങ്കീർത്തനം, നാട്ടുപുരാണങ്ങൾ, വീട്ടുവഴക്കുകൾ, ഊട്ടുത്സവങ്ങൾ, വിതപ്പൊലിപ്പാട്ടുകൾ, നാവേറുമന്ത്രം, നറുക്കിലപ്പൂവുകൾ, നീർവീഴ്ചയാറ്റാൻ മരുന്നുകുറിപ്പുകൾ. നാദമായി വന്നെൻ്റെ നാവിലെത്തേനായി നാഭിയിൽ സ്പന്ദിച്ച തീയുള്ളെഴുത്തുകൾ. ഓരോന്നിനോരോ മൊഴിച്ചന്തം, അമ്മയാം നേരിൻ്റെ ഈണവും താളവും ഇമ്പവും. അമ്മയ്ക്കു മാത്രം തരാൻ കഴിയുന്നതാം വെണ്മയും ഞാനാകുമോർമ്മ തൻ ഭൂമിയും. ഭദ്രമായി തന്നെ ഇരിക്കട്ടെ കുട്ടികൾ, തൊട്ടുവായിച്ചാൽ അശുദ്ധമെന്നോതി നീ. എന്ത് നവീനം കുലീനം പ്രിയേ നിന്റെ സുന്ദര ദൃഷ്ടി, നിന്നിഷ്ടമാണെൻ്റെയും. അമ്മയുടേതാമെഴുത്തുകളൊക്കെയും അമ്മയായി തന്നെ ഒതുങ്ങിയിരിക്കട്ടെ. നമ്മൾ വിദേശത്തു നിർമ്മിച്ചൊരമ്മതൻ ബിംബമീ ആതിഥ്യശാലയിൽ ശോഭനം. പൊക്കിളിൻ വള്ളി അടർത്തിക്കളഞ്ഞ് നിൻ പൊൽക്കരൽ കൂട്ടിൻ്റെ ഉള്ളിൽ വന്നപ്പോഴേ പോയ കാലത്തിൻ മധുരങ്ങളിൽ കൊതിയൂറുന്ന ശീലം മറന്നു തുടങ്ങി ഞാൻ. എങ്കിലും അമ്മയൊരോർമ്മയായി ആദിമ സംഗീതമായി വന്ന് മൂളുന്നിടക്കിടെ. പൊക്കിളിൻ വള്ളി അടർത്തിക്കളഞ്ഞ് നിൻ പൊൽക്കരൽ കൂട്ടിൻ്റെ ഉള്ളിൽ വന്നപ്പോഴേ പോയ കാലത്തിൻ മധുരങ്ങളിൽ കൊതിയൂറുന്ന ശീലം മറന്നു തുടങ്ങി ഞാൻ.